അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ വലിയ സഹായം കൊണ്ട് നമുക്കിവിടെ ഒന്നിച്ചിരിക്കാനും ഒരല്പസമയം അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും അവസരം ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. 1912 ഏപ്രിൽ 15 ആ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? 1912 ഏപ്രിൽ 15 ആരെങ്കിലും ഉണ്ടോ? ഒരു വലിയൊരു ദുരന്തം നടന്ന ഒരു വർഷമാണ്. ഒന്ന് പറഞ്ഞു നോക്കി തെറ്റിയാലും പ്രശ്നമില്ല. എന്തായിരിക്കും? ഒരുപാട് ആളുകൾ മരണപ്പെട്ട 2000-ഓളം വരുന്ന ഒരു വലിയ ഒരു സംഖ്യ അതിൽ അപകടത്തിൽപ്പെട്ടു. ആർക്കെങ്കിലും അറിയോ? ഒരു കപ്പലുമായി ബന്ധപ്പെട്ടതാണ്. എന്തായിരിക്കും? ടൈറ്റാനിക് അപകടത്തിൽപ്പെട്ട ദിവസമാണത്. 2224 യാത്രക്കാരുമായി പുറപ്പെട്ട ടൈറ്റാനിക് എന്ന പടുക്കൂറ്റൻ കപ്പൽ അത് അപകടത്തിൽപ്പെട്ടു. 1911 മെയ് 31 അതിൻ്റെ ആദ്യ പരീക്ഷണം നടന്നത്. ആ പരീക്ഷണ ഓട്ടം കഴിഞ്ഞ് അന്ന് വിദഗ്ധന്മാരായ ആളുകൾ പറഞ്ഞത്, ദൈവം വിചാരിച്ചാൽ പോലും ഇതിനെ തകർക്കാൻ കഴിയില്ല, ദൈവത്തിനു പോലും ഇതിനെ തകർക്കാൻ കഴിയില്ല. അങ്ങനെ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അതിൻ്റെ ആദ്യ ഓട്ടത്തിൽ തന്നെ അപകടത്തിൽപ്പെട്ട് ആയിരങ്ങൾ മരണപ്പെട്ടു. കൽപ്പന ചൗള, അവരുടെ മരണവും നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, മനുഷ്യർ കൈകാര്യം ചെയ്യുന്നിടത്ത് അപകടങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നൊരു കാര്യം, അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. 7 ആകാശങ്ങളെ അട്ടികളായി സൃഷ്ടിച്ചവനാണ് അവൻ. ആ ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് യാതൊരുവിധ പോരായ്മയും വിള്ളലും നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. അല്ലേ? നമുക്ക് 2050 അന്നത്തെ ഒരു ജനുവരി 19 എപ്പോഴാണ് സൂര്യൻ ഉദിക്കുക, എപ്പോഴാണ് അസ്തമിക്കുക എന്ന് ഇപ്പോൾ പറയാൻ കഴിയും. അടുത്ത വർഷം പരിശുദ്ധ റമദാൻ എപ്പോഴാണ്, അന്ന് എത്ര സമയം ആകാശത്ത് ചന്ദ്രൻ ഉണ്ടാകും, ആ കാര്യങ്ങളൊക്കെ കൃത്യമായി ഇന്ന് പറയാൻ കഴിയും. പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു പോരായ്മ കാണാൻ കഴിയുന്നില്ല. ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ഒരു പോരായ്മ നമുക്ക് കാണാൻ കഴിയുന്നില്ല. സൂര്യനിലേക്കോ ചന്ദ്രനിലേക്കോ നോക്കുമ്പോൾ നമുക്കൊരു പോരായ്മ കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ഒരു ദിവസം എത്ര ആക്സിഡൻറ്റുകൾ നമ്മുടെ റോട്ടിലുണ്ട്. മനുഷ്യർ കൈകാര്യം ചെയ്യുന്നിടത്ത്, മനുഷ്യർ നിയന്ത്രിക്കുന്നിടത്ത് പോരായ്മകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ യാതൊരുവിധ പോരായ്മയും നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് ഈ ചുറ്റുപാടിൽ നിന്നു തന്നെ നമുക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ, ഒരു സ്രഷ്ടാവുണ്ട് എന്ന് കണ്ടെത്താൻ കഴിയും. അല്ലേ? ചില ആളുകൾ പറയും, എന്ത് ദൈവം, എന്തു പടച്ചോൻ, അങ്ങനെ സ്രഷ്ടാവൊന്നുമില്ല, ഒരു പടച്ചോനൊന്നുമില്ല എന്ന് പറയും. ഒരു ചെറിയ കുട്ടി, ഒരു വയസ്സുള്ള അല്ലെങ്കിൽ ഒരു 1.5 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി,
ആ കുട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ പിറകിൽ നിന്ന് ഒരാൾ കൈ കൊട്ടുന്ന ശബ്ദം കേട്ടു. എന്താ ഉണ്ടാവുക? എന്താണ് സംഭവിക്കുക? ആ കുട്ടി എന്ത് ചെയ്യും? ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ കുട്ടി തിരിഞ്ഞു നോക്കും. അപ്പോൾ 1 വയസ്സുള്ളൊരു കുട്ടിക്ക് പോലും അറിയാം ഒരു ശബ്ദം ഇവിടെ വെറുതെ ഉണ്ടാവുകയില്ല. ഒരു ശബ്ദമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആ ശബ്ദം ഉണ്ടാക്കിയ ഒരു വ്യക്തിയുണ്ട്, അല്ലേ? ശബ്ദമുണ്ടെങ്കിൽ ആ ശബ്ദമുണ്ടാക്കിയ, ആ ശബ്ദം നൽകിയൊരു വ്യക്തിയുണ്ട്. അതാരാണെന്നറിയാനാണ് ആ കുട്ടി തിരിഞ്ഞു നോക്കുന്നത്. അതുപോലെ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ നമുക്ക് ഒരു സൃഷ്ടാവുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. നമ്മളോടൊരു ഷഡ്ഭുജം വരക്കാൻ പറഞ്ഞാൽ നമ്മൾ എത്ര അതിൻ്റെ ബോക്സ് തുറന്ന് സാമഗ്രികൾ എടുത്ത് അത് വരച്ച് കഴിഞ്ഞാലും അതിൻ്റെ കോണിൽ മാറ്റങ്ങൾ ഉണ്ടാകും. എന്നാൽ തേനീച്ചകൾ എത്ര മനോഹരമായി ആ തേനീച്ചകൾ കൂട് നിർമ്മിക്കുന്നു. അതിൻ്റെ ഓരോ കോണും കൃത്യമാണ്. ആരാണ് തേനീച്ചയെ ഇത്ര മനോഹരമായി കൂട് നിർമ്മിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത്? നിങ്ങൾ ചെറിയ ഉറുമ്പിനെ കണ്ടിട്ടില്ലേ? അല്ലേ? ശരീരത്തിൻ്റെ ഇരട്ടി വലിപ്പമുള്ള ഭാരം ആ ചെറിയ ഉറുമ്പുകൾ വഹിച്ചു കൊണ്ടുപോകും, അല്ലേ? നല്ല നമ്മളെക്കാൾ ശക്തരാണ്. നമുക്ക് നമ്മളത്ര വലിപ്പമുള്ള ഒരാളെ പൊക്കാൻ കഴിയുമോ? നമ്മുടെ അത്ര ഭാരമുള്ള ഒരാളെ പൊക്കാൻ? ഉറുമ്പ് അതിൻ്റെ ശരീരത്തേക്കാൾ ഭാരമുള്ള കല്ലുകൾ വഹിച്ച് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ചെറിയ ധാന്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ ആ ഉറുമ്പ് അത് ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടുപോകുന്നത് കാണാൻ കഴിയും, അല്ലേ? ഗോതമ്പ് കൊണ്ടുപോകുമ്പോൾ, അരി കൊണ്ടുപോകുമ്പോൾ അത് മാളത്തിൽ വെക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ്. എന്തിനാണ് ഉറുമ്പ് അങ്ങനെ ചെയ്യുന്നത്? അറിയുന്നവരൊന്ന് കൈവക്കോ, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാലും മതി. ശരി, എന്തിനാണ് ഉറുമ്പ് അരി ധാന്യങ്ങളൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടുപോകുന്നത്? ഒന്ന് പറഞ്ഞു നോക്കി, എന്തിനായിരിക്കും? എന്തായിരിക്കും അതിൻ്റെ കാരണം? മോന് പറയും. നിങ്ങൾ പേടിക്കണ്ട, ഒന്ന് പറഞ്ഞു നോക്കി. അപ്പുറത്തിരിക്കുന്ന ആള് എന്തായിരിക്കും കാരണം? എഴുന്നേക്കടാ, എന്തിനാണ് പേടിക്കണേ? ഉഷാറായിട്ട് എഴുന്നേറ്റ് ഉത്തരം പറയും. തെറ്റിയാൽ എന്താ പേടി? ആര് പറയും? എന്നാ സ്ത്രീകളെ ഭാഗത്തുനിന്ന്, പെൺകുട്ടികളെ ഭാഗത്തുനിന്ന്. എന്തുകൊണ്ടായിരിക്കും? ഇരട്ടി വലിപ്പം കൊണ്ടുപോകാൻ കഴിയുന്ന അതേ ഉറുമ്പ് ധാന്യം കൊണ്ടുപോകുമ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടുപോകും. എന്താണ് അതിൻ്റെ കാരണം? പറയും. തിന്നാൻ. എനിക്ക് എപ്പോഴും തിന്നുന്ന വിചാരമേ ഉള്ളൂ. തിന്നാനാണ് കൊണ്ടുപോകുന്നത്, അല്ലേ? പിന്നെ വേറെ ഉത്തരമുണ്ടോ? ഏതായാലും മാഷാ അല്ലാഹ് അവൻ ഉത്തരം പറഞ്ഞല്ലോ. പിന്നെ ഒന്ന് പറഞ്ഞു നോക്കി, എന്തിനായിരിക്കും? എഴുതാനോ? എന്തുകൊണ്ടാണ് ധാന്യങ്ങൾ അങ്ങനെ കൊണ്ടുപോകുന്നത്? അവിടെ ഇങ്ങനെ ചർച്ച ചെയ്ത ഉത്തരം ഇവിടെ കിട്ടില്ല, അവിടെ പറയണം. നിങ്ങളെന്തോ പറയുന്നുണ്ട്, പറഞ്ഞോട്ടെ. പിന്നെ അതിൻ്റെ പിന്നിലുള്ള കാരണം അറിയോ? ഈ ധാന്യം അതിൻ്റെ കൂട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ അവിടെ ചെറിയ നനവുണ്ടെങ്കിൽ ആ ധാന്യം മുളക്കാൻ തുടങ്ങും. ആ ഗോതമ്പും അരിയുമൊക്കെ അതിൻ്റെ മാളത്തിൽ കൊണ്ടുപോയി വെച്ച് ഒരു ചെറിയൊരു ചാറ്റൽ മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ നനവുണ്ടെങ്കിൽ ആ ധാന്യം മുളക്കും. മുളച്ചു കഴിഞ്ഞാൽ കൊച്ചുറുമ്പിൻ്റെ കൂട് പൊളിയും, കൂട് തകരും. ആരാണ് ഈ കൊച്ചുറുമ്പിൻ്റെ മനസ്സിൽ ബോധനം നൽകിയത്? നീ ആള് പവർഫുള്ളാണ്, പക്ഷെ അതുപോലെ കല്ല് പോകുന്നത് പോലെ ധാന്യം കൊണ്ടുപോയി വെക്കരുത്. അത് കഷ്ണമാക്കി ചെറിയ പീസാക്കി അത് മാളത്തിൽ കൊണ്ടുപോയി വെക്കണം. അല്ലെങ്കിൽ നിന്റെ കൂടിന് ആപത്താണ് എന്ന് ഈ ബോധം നൽകിയത് ആരാണ്? അവനാണ് അല്ലാഹു. സകല ജീവജാലങ്ങളെയും അതിനെ സൃഷ്ടിച്ച് അവക്ക് ബോധനം നൽകിയവൻ. നോക്കൂ, നമ്മളെ സൃഷ്ടിച്ചത് എത്ര മനോഹരമായിട്ടാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് ഒരു 3 കണ്ണ് വേണം? തോന്നിയിട്ടുണ്ടോ? ഒരു 3 കണ്ണുണ്ടെങ്കിൽ നിങ്ങളെ കോലം ആലോചിച്ച് നോക്കി, എങ്ങനെ ഉണ്ടാകും? അല്ലേ? ബാക്കിലൊരു കണ്ണ്, അല്ല ഒന്നും വേണ്ട, ഈ കണ്ണ് കുറച്ചൊന്നും മുകളിലാകണം. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
ഈ കണ്ണ് കുറച്ച് മുകളിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ബസ്സിൽ പോകുമ്പോൾ ഒന്ന് ബ്രേക്ക് പിടിച്ചാൽ അപ്പം കണ്ണ് തീരുമാനമാവും അല്ലേ? ഇപ്പം കറക്റ്റ് സ്ഥലത്താണ്. ഒരാളൊന്ന് അടിച്ചാൽ പോലും എന്ത് ചെയ്യില്ല, ഒന്നും പറ്റൂല. നമ്മളെ ചെവി ആനൻ്റെ ചെവിയാണെങ്കിലോ എങ്ങനെ ഉണ്ടാകും? ഇപ്പോഴുള്ള സെൽഫി ഒന്നും പോരല്ലേ? ബസ്സിലൊക്കെ പോകുമ്പോൾ ചെവി നേരെ ബാക്കത്തെ സീറ്റിൽ അടിക്കണുണ്ടാവും. അത് ചുരുട്ടി റബ്ബർ ബാൻഡ് ഇട്ട് വെക്കേണ്ടി ഒരു ചെവി. മനുഷ്യൻ്റെ പല്ല് ഒരു നിശ്ചിത പരിധിയിലെത്തിയാൽ പല്ലിൻ്റെ വളർച്ച നിൽക്കും അല്ലേ? പല്ലൊരു നിശ്ചിത അളവെത്തിയാൽ പല്ല് നിൽക്കും. നഖം വളരും. നഖം വളരുന്നു, പല്ല് വളരുന്നില്ല. നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കി, പല്ല് വളരാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ കണ്ണാടി നോക്കി ഒന്ന്. പല്ലൊക്കെ വേണ്ട, 2 പല്ല് മാത്രം വളർന്നാൽ എങ്ങനെ ഉണ്ടാകും? ഈ 2 പല്ല് മാത്രം വളർന്നാൽ എത്ര മനോഹരായിരിക്കൂലേ നമ്മളൊക്കെ മുഖം അല്ലേ? ഉഷാറാവൂലേ? പല്ല് വളരൂല. പല്ലൊരു പരിധി എത്തിയാൽ വളർച്ച നിൽക്കും. നഖം വളർന്നുകൊണ്ടേയിരിക്കും. നഖം വളരുന്നില്ലെങ്കിലോ അല്ലേ? ഈ നഖം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പേന പിടിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പം അള്ളാഹു കൃത്യമായി നമ്മളെ സംവിധാനിച്ചു. നമ്മുടെ നഖം അത് വളരണം, നമ്മുടെ പല്ല് അതൊരു പ്രത്യേക പരിധി എത്തിയാൽ അതിൻ്റെ വളർച്ച നിൽക്കണം. അങ്ങനെ കൃത്യമായി നമ്മളെ സംവിധാനിച്ച ഒരു റബ്ബുണ്ട്. ഒരു നിരീശ്വരവാദി പറഞ്ഞു, ഞാനും സെട്ടാവാണ്, ഞാനും പടച്ചോനാണ്, ഞാനും സൃഷ്ടിക്കും. എന്നിട്ട് അവൻ ആളുകളൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ? കുറച്ച് ഇറച്ചി എടുത്തു, മാംസം എടുത്തു. എന്നിട്ടൊരു മരത്തിൻ്റെ ഒരു ഹോളുണ്ട്. ആ ഹോളിൽ ആ മാംസം വെച്ച് ചളി കൊണ്ട് അവൻ പുറത്ത് തേച്ചു. എന്നിട്ട് ആളുകളോട് പറഞ്ഞു, ഞാൻ സൃഷ്ടിക്കുന്നത് കണ്ടോ? 2-3 ദിവസം കഴിഞ്ഞ് ആളുകളെ കൂട്ടിയിട്ട് അവൻ ആ മരത്തിൻ്റെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് ആ ചളി മാറ്റി ആ മാംസം പുറത്തെടുത്തപ്പോൾ അതിലുണ്ട് ചെറിയ പുഴുക്കൾ, ഒരുപാട് പുഴുക്കൾ. എന്നിട്ട് അവൻ പറഞ്ഞു, കണ്ടോ, ഞാനിതാ സൃഷ്ടിച്ചിരിക്കുന്നു, ഇത് മുഴുവൻ ഞാനാണ് സൃഷ്ടിച്ചത്, അപ്പം ഞാനും പടച്ചോനാണ്, ഞാനും സൃഷ്ടാവാണ്. അപ്പം അവിടെ കൂടിയ ആളുകൾ ചോദിച്ചു, എങ്കിൽ ഇതിൽ എത്ര പുഴുക്കളുണ്ട്? അവൻ പറഞ്ഞു, എനിക്കറിയില്ല. ഈ പുഴുക്കളുടെ ഭക്ഷണം എന്താണ്? എനിക്കറിയില്ല. ഇവയുടെ ആയുസ് എന്താണ്? എനിക്കറിയില്ല. അപ്പം അവർ പറഞ്ഞു കൊടുത്തു, എങ്കിൽ അറിഞ്ഞോ, സൃഷ്ടാവെന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിക്കുന്നവനാണ്, ആ സൃഷ്ടിയെ അറിയുന്നവനാണ്, അവക്ക് ഉപജീവനം നൽകുന്നവനാണ്. അവൻ്റെ ആയുസ് ആ സൃഷ്ടാവിൻ്റെ കൈകളിലാണ്. അതാണ് നമ്മുടെ റബ്ബ്. ആ റബ്ബ് നമ്മളെ സൃഷ്ടിക്കുന്നു, നമുക്ക് അന്നം നൽകുന്നു, നമുക്ക് ഉപജീവനം നൽകുന്നു. നമ്മുടെ ആയുസ് അവൻ്റെ കൈകളിലാണ്. ആ പടച്ച റബ്ബിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ അള്ളാഹു നമ്മുടെ സമീപസ്ഥനാണ്. ആ റബ്ബ് നമ്മൾ ചോദിക്കുന്നത് നൽകുന്നവനാണ്. ആ പടച്ച റബ്ബിനോട് മാത്രമേ ഏതു പ്രതിസന്ധിയിലും നമുക്ക് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. തീയിലേക്കെറിഞ്ഞ ഒരു പ്രവാചകനുണ്ട്. ആരാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കരിക്കാൻ വേണ്ടി വലിയ തീക്കുണ്ടാരം ഒരുക്കിയിരിക്കാൻ. അതിശക്തമായ തീക്കുണ്ടാരം ഒരുക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ തീയിലേക്ക് എറിയാൻ പോവാൻ. ആളുകൾ ഇങ്ങനെ വിറക് കൊണ്ടുവന്നിടുന്നുണ്ട്. കാരണം ഇതാ ഇബ്രാഹിം ഞങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ ആരാധിക്കരുത് എന്നൊരു പുതിയ വാദവുമായി വന്നിരിക്കുന്നു. ഇബ്രാഹിമിനെ കരിച്ചു കളയണം. ഒരു വലിയ തീക്കുണ്ടാരം ഒരുക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കരിക്കാൻ നേരത്ത് ആരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കൂടെ ഉള്ളത്? നമ്മളെ CAA NRC ഒക്കെ ഇവിടെ വന്നല്ലോ അല്ലേ? CAA വന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, നമുക്ക് ഇതാ രാഷ്ട്രീയ പാർട്ടിക്കാർ നമ്മളെ കൂടെ ഉണ്ട്, പോലീസ് ഉണ്ട് നമ്മുടെ കൂടെ, മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി നമുക്കുണ്ട്, നമ്മൾ ഒരുപാട് ആളുകളുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കൂടെ ആരാ ഉള്ളത്? നമ്മളെ ഭാഷയിൽ ആരുമില്ല. അല്ലാഹ് ഉണ്ട്. പക്ഷെ നമ്മൾ ഭൗതികമായി ചിന്തിച്ചാൽ ആരെങ്കിലും ഉണ്ടോ? പോലീസുണ്ടോ? പട്ടാളുണ്ടോ? പണ്ഡിതന്മാരുണ്ടോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൽ സ്വന്തം കുടുംബമല്ലാതെ ഒരാളും വിശ്വസിച്ചിട്ടില്ല. സ്വന്തം കുടുംബമല്ലാത്ത ഒരാളും ഇബ്രാഹിം നബിയിൽ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ ഇബ്രാഹിം നബിക്കാണ് ആളുള്ളത്. ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. ഹസ്ബുനല്ലാഹ്, പടച്ചോ മതി, പടച്ചോ മതി, ആ റബ്ബ് മതി.
തീയിലെറിഞ്ഞാൽ എന്താ ഉണ്ടാവുക? കരിച്ച് കളയും അല്ലേ? അമേരിക്കയിലെ തീപിടുത്തം നമ്മൾ കണ്ടില്ലേ? എത്ര ഏക്കറുകളാണ് ആളിപ്പടർന്നത്. 10,000-കണക്കിന് മനുഷ്യരെ കുടിയൊടിപ്പിച്ചു. 250 കോടിയിലധികം വരുന്ന വിലയുള്ള കൊട്ടാരം അത് കത്തിച്ചാമ്പലാകുന്നത് നമ്മൾ കണ്ടു. തീ കരിച്ചു കളയും. പക്ഷെ എന്താ ഖുർആൻ പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ആ തീ തണുപ്പാക്കി മാറ്റി. എന്തേ കാരണം? അള്ളാനെയാണ് വിളിച്ചത്, അള്ളാഹുവിനെയാണ് വിളിച്ചത്. ആ അല്ലാ എന്ന വിളിക്കു മുന്നിൽ പ്രകൃതി പ്രതിഭാസങ്ങൾ വഴിമാറി. കരിച്ചു കളയേണ്ട തീ തണലായി മാറി, തണുപ്പായി മാറി. മത്സ്യം വിഴുങ്ങിയ ഒരു പ്രവാചകനുണ്ട്. ആരാണ്? യൂനുസ് അലൈഹിസ്സലാം. മാഷാ അല്ലാ. മത്സ്യം വിഴുങ്ങിയെന്ന് മാത്രമല്ല, എവിടെ കിടക്കുന്നത്? അതിശക്തമായ രാത്രിയിൽ കടലിൻ്റെ അടിത്തട്ടിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാവുമോ? അല്ലെ, എന്തെങ്കിലും ഒരു പ്രതീക്ഷ. നമ്മളാണെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കി. നമ്മളെ മത്സ്യം വിഴുങ്ങണ്ട, തോണിയിൽ പോകുമ്പോൾ ഒന്ന് കടലിലേക്ക് വീണാൽ പിന്നെ നമുക്ക് പ്രതീക്ഷ ഉണ്ടോ? നീന്തൽ അറിയുമെങ്കിലും പ്രതീക്ഷ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. യൂനുസ് നബി അലൈഹി ഇസ്ലാമിനുണ്ട് പ്രതീക്ഷ. കടലിലുമല്ല, കടലിൻ്റെ അടിത്തട്ടിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ, ആ ഇരുട്ടറയിൽ, 3 ഇരുട്ടറയിൽ കഴിയുന്ന യൂനുസ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ എവിടെയെങ്കിലും പടച്ചോനെ ഇന്നെ രക്ഷിക്കണേന്നുണ്ടോ? നമ്മൾ അങ്ങനെയല്ല പ്രാർത്ഥിക്കുക, അള്ളാഹുവെ രക്ഷപ്പെടുത്തണേ, സഹായിക്കണേ, അങ്ങനെ എന്തെങ്കിലും ചോദിച്ചോ? എന്നെ രക്ഷിക്കണേ, സഹായിക്കണേ, കൈച്ചിലാക്കി തരണേ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നുമില്ലല്ലോ. പിന്നെന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലാ അൻത്, ലാ ഇലാഹ ഇല്ലാ അൻത് സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. പടച്ചോനെ, ഞാൻ നിന്നെയല്ലാത്ത മറ്റൊരാളെയും ആരാധിക്കുന്നവനല്ല. ഞാൻ പടച്ചോനെ നീയല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കില്ല, നീയല്ലാത്ത ഒരാളുടെ മുന്നിലും സുജൂദ് ചെയ്യില്ല, നീയല്ലാത്ത ഒരാളെയും ഭയപ്പെടുകയില്ല, നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നവനാണ് ഞാൻ. നീ എത്ര പരിശുദ്ധനാണ്. അല്ലാഹുവേ, ഞാൻ തെറ്റ് ചെയ്തു. എന്താ ഉണ്ടായത്? ആ മത്സ്യം കരയിലേക്ക് എത്തി. യൂനുസ് നബി അലൈഹി സ്വലാമിനെ കരയിലേക്ക് തുപ്പുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, ആ റബ്ബിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഉത്തരം കിട്ടും, ഉറപ്പാണ് ഉത്തരം കിട്ടും. സ്വാലിഹ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ രംഗണ്ട്. ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്. എൻ്റെ റബ്ബ് ഖരീബാണ്, അരികിലുണ്ട് എൻ്റെ റബ്ബ്. അല്ലേ? ഉത്തരം ചോദിച്ചാൽ ഉത്തരം നൽകാത്ത വിദൂരത്തുള്ള ഒരാളല്ല എൻ്റെ റബ്ബ്. ഉത്തരം നൽകും, മുജീബാണ്, ഉത്തരം നൽകുന്നവരാണ് എൻ്റെ റബ്ബ്. ഇത് വെറുതെ പറഞ്ഞതാണോ? ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു. മുശ്രിക്കീങ്ങൾ പറയാണ്, സ്വാലിഹേ, ഇത്ര ഉറപ്പാണോ നിനക്ക്? ഇത്ര ഉറപ്പാണോ? എന്നാൽ ഇതാ, ആ പാറക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഒട്ടകത്തെ കൊണ്ടുവരുമോ? ആ പാറക്കെട്ടിനെ പിളർത്തി ഒരു ഒട്ടകത്തെ പുറത്തേക്ക് കൊണ്ടുപോവാ സാലിഹ്. ഭൂമിയിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? പാറന്റെ ഉള്ളിൽ നിന്ന് ഒട്ടകം പുറത്തേക്ക് വരുമോ? ഉണ്ടാവോ? സാധാരണഗതിയിൽ ഉണ്ടാവോ? ഉണ്ടാവൂല. സ്വാലിഹ് നബി അലൈഹി സ്വലാം ആ പാറന്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കാണ്, പടച്ചോനെ, ആ പാറയുടെ ഉള്ളിൽ നിന്നൊരൊട്ടകത്തെ പുറത്തു കൊണ്ടുവരണേ. ചോദിക്കുമ്പോൾ ഉറപ്പാണ്, എൻ്റെ റബ്ബിനോട് ചോദിച്ചാൽ അല്ലാഹു ഉത്തരം നൽകും, മുജീബാണവൻ. ആ പാറ പിളർന്ന് ഒട്ടകം പുറത്തേക്ക് വന്നു. അതല്ലേ ചരിത്രം പറയുന്നത്? നമുക്ക് എന്താണ് നിരാശ? ഡോക്ടർമാർ പറയാണ്, ഇതാ മോന് ക്യാൻസറാണ്, മകൾക്ക് ക്യാൻസറാണ്, ഉമ്മാക്ക് ക്യാൻസറാണ്, ഇനി ഞങ്ങൾ പഠിച്ച വൈദ്യശാസ്ത്രത്തിൽ ഒരു പരിഹാരവുമില്ല, ഒരു ചികിത്സയുമില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതുമ്പോഴും 30 ദിവസമാണ്, 40 ദിവസമാണ് ഇനി ആയുസുള്ളത് എന്ന് മെഡിക്കൽ സയൻസ് പറയുമ്പോഴും നമുക്കുറപ്പുണ്ട് നമ്മുടെ റബ്ബ് മുജീബാണ്. ആ റബ്ബിനോട് ചോദിക്കാൻ, ആ റബ്ബിന്റെ മുന്നിൽ ചോദിച്ചാൽ ഉത്തരം നൽകുന്നൊരു റബ്ബുണ്ട് എന്ന വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാൻ എന്താണ് നമുക്ക് കഴിയാത്തത്?
ആ ഒരു ബോധം നമുക്കുണ്ടാകണം. എങ്കിൽ പരീക്ഷയിലേക്ക് പോകുമ്പോൾ ഞാൻ എത്ര പഠിച്ചാലും അള്ളാന്റെ സഹായം ഉണ്ടാകണം. നമ്മൾ പ്രാർത്ഥിച്ചിട്ടേ പോവുള്ളൂ. സുജൂദിൽ കിടന്ന് നമ്മൾ ചോദിക്കും. പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ല സമയം ഏതാണെന്നറിയോ? സുജൂദാണ്. നമുക്ക് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളില്ലേ? വെറും ദുനിയാവല്ല, ആഖിറം ചോദിക്കണം, സ്വർഗം ചോദിക്കണം, ഖബറിലെ ശിക്ഷയെ നമ്മൾ ചോദിക്കണം, അതിനെ കാവലിനെ ചോദിക്കണം. ഏറ്റവും അധികം ചോദിക്കേണ്ടത് സുജൂദിലാണ്. നോക്കൂ, ഹാത്തിമുൽ അസം എന്നു പേരുള്ള ഒരു മഹാപണ്ഡിതൻ ഉണ്ടായിരുന്നു ചരിത്രത്തിൽ. ഹാത്തിമുൽ അസം ഹജ്ജിന്റെ സമയമായപ്പോൾ ഹജ്ജിന് പോകാൻ ഒരു ആഗ്രഹം, പക്ഷെ പോകാനുള്ള പണം കയ്യിലില്ല. ഹജ്ജിന്റെ സമയം ഇങ്ങനെ അടുത്തു വന്നപ്പോൾ സങ്കടം കണ്ണുനീരായി, സങ്കടം ഹൃദയത്തിൻ്റെ വിങ്ങലായി പുറത്തു വരാൻ തുടങ്ങി. ചില മക്കള് ഉപ്പാന്റെ മുഖം നോക്കി ഉമ്മാന്റെ മുഖം നോക്കിയിട്ട് സങ്കടങ്ങൾ ഇങ്ങനെ വായിച്ചെടുക്കും. അല്ലേ, ഉപ്പ എന്തോ ഒരു സങ്കടം ഉണ്ടോ എൻ്റെ ഉപ്പാക്ക്? എൻ്റെ ഉമ്മാക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടോ? മുഖത്തുനിന്ന് ഇങ്ങനെ വായിച്ചെടുക്കുന്ന മക്കളുണ്ട്. ഹാത്തിമുൽ അസമിന് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ മോൾ ഉപ്പാനോട് ചോദിച്ചു, ഉപ്പാക്ക് വല്ല സങ്കടമുണ്ടോ? എന്തെങ്കിലും സങ്കടം ഉണ്ടോ ഉപ്പ? അദ്ദേഹം പറഞ്ഞു, മോളെ, ഹജ്ജിന് പോകാൻ ഒരു ആഗ്രഹമുണ്ട്, കയ്യിൽ പണമില്ല. ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ട്, കയ്യിൽ പണമില്ല. അപ്പം ആ പെൺകുട്ടി ഉപ്പാനോട് ചോദിക്കാണ്, ഉപ്പാന്റെ റിസ്ക് ഉപ്പാന്റെ കയ്യിലാണോ അള്ളാന്റെ കയ്യിലാണോ? ഉപ്പാന്റെ ഉപജീവനം ഉപ്പയുടെ കയ്യിലാണോ അള്ളാന്റെ കയ്യിലാണോ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ റിസ്ക് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അല്ലാഹു യർസുഖുക്, എങ്കിൽ ഉപ്പ പടച്ചോൻ റിസ്ക് തരും. അല്ല റിസ്ക് തരും എൻ്റെ ഉപ്പാക്ക്, എൻ്റെ ഉപ്പ പോയിക്കോ. അപ്പോൾ ആ പെൺകുട്ടിയോട് ഉപ്പ വീണ്ടും ചോദിക്കാണ്, മോളെ, ഞാൻ ഹജ്ജിന് പോയാൽ നിങ്ങളെ വീട്ടിലെ കാര്യങ്ങൾ ആര് നോക്കും? വീട്ടിലെ ചെലവ് നടക്കണ്ടേ? നിങ്ങൾക്ക് ഭക്ഷണം കിട്ടണ്ടേ? ആര് നോക്കും? ആ സമയത്ത് ആ പെൺകുട്ടി തിരിച്ചു ചോദിക്കാണ്, ഞങ്ങളുടെ റിസ്ക് ഉപ്പാൻ്റെ കയ്യിലാണോ പടച്ചോൻ്റെ കയ്യിലാണോ? ഞങ്ങളുടെ റിസ്ക് ഉപ്പാൻ്റെ കയ്യിലാണോ പടച്ചോൻ്റെ കയ്യിലാണോ? അതിന് അദ്ദേഹം മറുപടി നൽകി, അള്ളാഹുവിൻ്റെ കയ്യിലാണ്. എങ്കിൽ എൻ്റെ ഉപ്പ പോയിക്കോളൂ, എൻ്റെ ഉപ്പ പോയിക്കോളി, അല്ല നോക്കും കാര്യം. ചരിത്രം നമുക്ക് കാണാം. അദ്ദേഹം ഹജ്ജിന് പുറപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ സമ്പാദ്യങ്ങളില്ല. ആളുകൾ ആ ഹജ്ജിന്റെ യാത്രയിൽ ഏറ്റവും പിറകിലാണ് ഹാത്തിമുൽ അസം നിൽക്കുന്നത്. ആളുകൾ ഭക്ഷണം കഴിച്ച് ബാക്കി വരുന്നത് പിറകിലേക്ക് ഇങ്ങനെ കൈമാറും. അങ്ങനെ കൈമാറി അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് എത്തുന്ന ഭക്ഷണം അദ്ദേഹം കഴിക്കും. ആ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ കുറച്ചു കഴിഞ്ഞ് ആ സൈന്യത്തിൻ്റെ, ആ യാത്രാ സംഘത്തിൻ്റെ നേതാവിനെ, അമീറിനെ തേള് കടിച്ച് അദ്ദേഹം രോഗിയായി. ഉടനെ ആളുകൾ തീരുമാനിക്കുകയാണ്, എങ്കിൽ മറ്റൊരു അമീർ വേണം. അമീറായി തെരഞ്ഞെടുക്കും? ഒടുവിൽ അവർ തീരുമാനിച്ചു, ഈ കൂട്ടത്തിൽ ഹാത്തിമുൽ അസം ഉണ്ട്, അദ്ദേഹത്തെ അമീറായി തെരഞ്ഞെടുക്കാം. ആ സംഘത്തിൻ്റെ നേതാവായി ഹാത്തിമുൽ അസമിനെ തെരഞ്ഞെടുത്തു. ആ യാത്രയുടെ മുഴുവൻ ചെലവും അവർ ഹാത്തിമുൽ അസമിൻ്റേത് വഹിച്ചു. അദ്ദേഹത്തിൻ്റെ റിസ്ക് അങ്ങനെ കിട്ടി. പിന്നീട് ചരിത്രത്തിൽ കാണാം, വീട്ടിലെ അവസ്ഥ മാറാൻ, വീട്ടിലെ സാഹചര്യം മാറാൻ. ഭക്ഷണം കുറഞ്ഞു വരുന്നു. മറ്റു പെൺകുട്ടികൾ മോശമായി സംസാരിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിഞ്ഞാൽ ഇനി നീ മറ്റുള്ളവരുടെ മുന്നിൽ പോയി യാചിച്ച് ഞങ്ങൾക്കുള്ള ഭക്ഷണം കൊണ്ടുവരോ? ഇവിടെയുള്ള പൈസ തീർന്നു കഴിഞ്ഞാൽ ഇനി ഞങ്ങളുടെ കാര്യം നീ നോക്കുമോ? മറ്റു പെൺകുട്ടികളും ഉമ്മയും മോശമായി സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഹാറൂൺ റഷീദ് എന്ന ഇസ്ലാമിക ചരിത്രത്തിലൊരു മഹാഭരണാധികാരി, അദ്ദേഹം ആ വഴിയിലൂടെ കടന്നു പോകുന്നത്. ഹാറൂൺ റഷീദ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സാമ്രാജ്യങ്ങൾ അടക്കി ഭരിച്ച വലിയ ഭരണാധികാരിയാണ്. 20-ലധികം വരുന്ന രാജ്യങ്ങൾ അടക്കി ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരി. അദ്ദേഹം കൊട്ടാരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് മേഘങ്ങളോട് പറയാറുണ്ടെന്നാണ്, നീ ഏത് നാട്ടിൽ പോയി പെയ്താലും, ഏത് നാട്ടിൽ മഴയായി പെയ്താലും ആ നാട്ടിലെ ടാക്സ് എൻ്റെ കൊട്ടാരത്തിലെത്തും. അത്ര രാജ്യം വിശാലമായ ഭരണാധികാരിയാണ് ഹാത്തിമുൽ അസം. അദ്ദേഹത്തിൻ്റെ വീടിനരികിലൂടെ ഹാറൂൺ റഷീദ് ഇങ്ങനെ കടന്നു പോവാൻ. ആ വീടെത്തിയപ്പോൾ അദ്ദേഹം കുതിരയെ അവിടെ നിർത്തി. ഈ വീട്ടിൽ വല്ലതും കടിക്കാനുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. പുറത്ത് നിൽക്കുന്നത് ഭരണാധികാരിയാണ്, ഖലീഫയാണെന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടിലെ ഏറ്റവും നല്ല ഭക്ഷണം അദ്ദേഹത്തിന് നൽകി.
അദ്ദേഹം കടിച്ചു. പോകാൻ നേരത്ത് അദ്ദേഹം ചോദിച്ചു, ഇതാരുടെ വീടാണ്? അപ്പോഴാണ് അവർ പറയുന്നത്, ഹാത്തിമുൽ അസമിൻ്റെ വീടാണ്. ഹാത്തിമുൽ അസമിൻ്റെ വീടാണ് ഈ കാണുന്നത്. ഹാറൂൺ റഷീദ് ഞെട്ടിത്തരിച്ചു. സുബ്ഹാനല്ലാഹ്, ഒരു മഹാപണ്ഡിതന്റെ വീട് ഇത്ര ചെറിയ ഈ ചെറ്റക്കുടിലാണോ ഒരു മഹാപണ്ഡിതൻ കടിച്ചു കൂട്ടുന്നത്? ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു മഹാപണ്ഡിതൻ ഇത്ര ചെറിയ കൂരയിലാണോ കടിയുന്നത്? ഹാറൂൺ റഷീദ് എന്തു ചെയ്തു എന്നറിയോ? അദ്ദേഹത്തിൻ്റെ കൈകളിലുള്ള സമ്പാദ്യം, ആ യാത്രയിൽ അദ്ദേഹം കയ്യിൽ കരുതിയ മുഴുവൻ സമ്പത്തും ആ വീടിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവർ ഇതുപോലെ ചെയ്യണം. ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിൻ്റെ കൂടെ ആ യാത്രാ സംഘത്തിലുള്ള മുഴുവൻ ആളുകളും അവരുടെ സമ്പാദ്യം ആ വീടിൻ്റെ മുന്നിൽ വെച്ചു. ഇന്നലെ വരെ ചെറ്റക്കുടിലാണ്, ഇന്നലെ വരെ മഴ പെയ്താൽ ചോർന്നൊരിക്കുന്ന കൂരയാണ്, ഇന്നലെ വരെ പട്ടിണിയാണ്. പക്ഷെ ഒരൊറ്റ രാത്രി കൊണ്ട് അവസ്ഥ മാറി. ഒരു രാത്രി കൊണ്ട് അവസ്ഥ മാറി. ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നരായി അവർ മാറി. അന്ന് രാത്രി ആ പെൺകുട്ടി കരയാണ്. ഉപ്പാനോടത് പറഞ്ഞ ദീനുള്ള ആ പെൺകുട്ടി കരയാണ്. ഉമ്മ അരികിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, മോളെ എന്തിനാണ് കരയുന്നത്? സമ്പന്നരായില്ലേ നമ്മൾ? ഇന്നലെ വരെ ഈ നാട്ടിലെ ഏറ്റവും ദരിദ്രരല്ലേ നമ്മൾ? ഇന്ന് ഏറ്റവും വലിയ സമ്പന്നരല്ലേ? ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നരായി നമ്മൾ മാറിയിട്ടും എൻ്റെ മോൾ എന്തിനാ കരയുന്നത്? അന്ന് ആ പെൺകുട്ടി നൽകിയൊരു മറുപടി, ഉമ്മ ഹാറൂൺ റഷീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടിമകളിലെ കേവലം ഒരു അടിമയാണ്. ആ ഒരു അടിമ നമ്മളിലേക്ക് നോക്കിയപ്പോൾ നമ്മൾ സമ്പന്നരായി. അള്ളാന്റെ അടിമകളിലെ കേവലം ഒരു അടിമ നമ്മളിലേക്ക് നോക്കിയപ്പോൾ നമുക്ക് ഐശ്വര്യങ്ങൾ ഉണ്ടായി, സമ്പത്തുണ്ടായി. എങ്കിലാ റഹ്മാനായ റബ്ബിന്റെ നോട്ടം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എത്ര ഉന്നതരാകുമായിരുന്നു ഉമ്മ. പ്രിയമുള്ളവരെ, ആ റബ്ബിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുക, ആ റബ്ബിനോട് ചോദിക്കുക. ആ റബ്ബിൽ ഭരമേൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അവനല്ലാത്ത ഒന്നിലേക്കും നമ്മുടെ കൈകൾ തിരിയരുത്. ഇന്ന് അല്ലാഹു അല്ലാത്തവരുടെ മുന്നിൽ ചെന്ന് കൈകൾ നീട്ടുന്ന സാഹചര്യം മുസ്ലിം ഉമ്മത്തിനുണ്ട് അല്ലേ? ജാറങ്ങൾ, എത്രയെത്ര ജാറങ്ങളാണ്, എത്രയെത്ര ജാറങ്ങളാണ്. മഞ്ഞപ്പെട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ആളുകൾ എന്തെങ്കിലും കാണാതായാൽ അവിടെ വന്നിട്ട് പൈസ ഇടും. ഒരു പശുവിനെ കാണാനില്ല, അല്ലെങ്കിൽ പാസ്പോർട്ട് കാണാനില്ല, ഉടനെ ആളുകൾ മഞ്ഞപ്പെട്ടിയിലേക്ക് വന്ന് പൈസ ഇട്ട് പ്രാർത്ഥിക്കും പോയ സാധനം തിരിച്ചു കിട്ടാൻ. അങ്ങനെ ഇരിക്കെ മഞ്ഞപ്പെട്ടിയിൽ ആളുകൾ പൈസ ഇടുന്ന ആ പെട്ടി കാണാതായി. പെട്ടി കള്ളം കൊണ്ടേ. രാത്രി കള്ളം വന്നപ്പോൾ ഒരു പെട്ടി മാഷാ അല്ലാഹ് ഉഷാറായിരിക്കുന്നുണ്ട്, കള്ളൻ ആ പെട്ടി എടുത്തു പോയി. അവസാനം എല്ലാവരും കൂടെ പോലീസ് സ്റ്റേഷനിലെത്തി, കമ്മിറ്റിക്കാർ. എന്നിട്ട് പോലീസിനോട് പറഞ്ഞു, സാർ ഞങ്ങളെ പെട്ടി കാണാനില്ല, ഉടനെ അത് കണ്ടെത്തണം. അപ്പോൾ SI തിരിച്ചു ചോദിച്ചു, അല്ല ആൾക്കാരൊക്കെ എന്തെങ്കിലും കാണാതായാൽ ആ പെട്ടിയിൽ വന്നിട്ടല്ലേ ഇടല്? നിങ്ങളൊരു കാര്യം ചെയ്യും, അപ്പുറത്ത് വേറൊരു പെട്ടി വെച്ചിട്ട് അതിൽ പൈസ ഇട്ടാൽ പോരെ അല്ലേ? പോയ പെട്ടി കിട്ടാൻ ആ പോയടുത്ത് വേറൊരു പെട്ടി വെച്ച് അതിൽ പൈസ ഇട്ടാൽ സാധനം തിരിച്ചു കിട്ടൂലേ? നമ്മൾ ആലോചിക്കേണ്ടത് എത്ര വിഡ്ഢിത്താണ് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജാറത്തിൽ പോയി പൈസ ഇടാൻ. ജാറം ഭീമാപ്പള്ളി ദർഗ 100 കോടി, അത്രയും വലിയ വരുമാനങ്ങൾ അവിടെ നിന്ന് നേടുന്നു. എന്നിട്ട് ജാറൻ ലേലത്തിന് വെക്കലാണ്. ജാറൻ ലേലത്തിന് വെക്കുന്നു, ഖബർ ലേലത്തിന് വെക്കുന്നു. എന്നിട്ട് ആളുകൾ വിലപേശി അങ്ങനെ ജാറം വിലക്ക് വാങ്ങുന്ന അവസ്ഥയിലേക്ക് ഈ സമുദായം എത്തി. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ എങ്ങനെയാണ് റസൂലുള്ളാഹി വഫാത്തായതിനു ശേഷം ജീവിച്ചത് എന്ന്, എങ്ങനെയാണ് അള്ളാഹിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം നമ്മുടെ ഉമ്മ ജീവിച്ചത് എന്ന്. ആയിഷ ബീവിയുടെ റൂമിൽ 3 ഖബറുണ്ട്. ആരുടേതാണത്? ആ 3 ഖബറിന്റെ പേരറിയുന്നവർ ഒന്ന് കൈപൊക്കോ. നമ്മുടെ ഉമ്മയുടെ റൂമിൽ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖബറുണ്ട്, ഉമർ റളിയല്ലാഹുവിന്റെ ഖബറുണ്ട്. അഹ്സൻത്, ബാറക്കല്ലാഹു ഫീ. 3 ഖബർ നമ്മുടെ ഉമ്മയുടെ റൂമിലുണ്ട്. ആയിഷ ബീവി പട്ടിണിയിലായിരുന്നു, നമ്മുടെ ഉമ്മ പട്ടിണിയിലായിരുന്നു. ഒടുവിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ചെലവ് ഏറ്റെടുത്തു.
അബ്ദുറഹ്മാൻ പറഞ്ഞു, ഉമ്മ ഞാൻ വീട്ടിൽ നിന്ന് ധാന്യം കൊണ്ടുവരാം, ഞാൻ ഭക്ഷണം കൊണ്ടുവരാം, ഞാൻ പണം തരാം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ആണ് നമ്മുടെ ഉമ്മയുടെ ചെലവേറ്റെടുക്കുന്നത്. ആയിഷ ബീവി പറഞ്ഞു, അബ്ദുറഹ്മാനെ എന്തിനാണ് എൻ്റെ പണം? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതാ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഖബറുണ്ട്, ആ ഖബറിൻ്റെ അരികിൽ ഒരു ബോക്സ് വെച്ചാൽ ഒരു സ്വലാത്ത്, കൊല്ലത്തിൽ ഒരിക്കലൊരു സ്വലാത്ത് നടത്തിയാൽ ഒരു കൊല്ലം ജീവിക്കാനുള്ള പണം കിട്ടും എന്ന് നമ്മുടെ ഉമ്മ പറഞ്ഞോ? ഔലിയാക്കളുടെ നേതാവ് അബൂബക്കർ സിദ്ദീഖിന്റെ ഖബർ എൻ്റെ റൂമിലുണ്ട്, ആ ഖബറിന്റെ അരികിൽ ഒരു സ്വലാത്ത് നടത്തിയാൽ, ഒരു നേർച്ച നടത്തിയാൽ ജീവിക്കാനുള്ള പണം കിട്ടും എന്ന് പറഞ്ഞോ? ഒരു ചില്ലിക്കാശ് പോലും, ഒരു 10 രൂപ പോലും ആ ഖബർ കൊണ്ട് നമ്മുടെ ഉമ്മ ഉണ്ടാക്കിയിട്ടില്ല, സ്വഹാബാക്കൾ ആരുണ്ടാക്കിയിട്ടില്ല. എന്നാൽ ഇന്ന് എന്താ അവസ്ഥ? ഖബറിന്റെ അരികിൽ പൂരം നടക്കാൻ, എന്നിട്ടാ ആ ഖബറിന്റെ അരികിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ കുഴിയാന എന്ന് പറഞ്ഞ സാധനത്തിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇവിടെ എന്താ പറയാന്നറിയില്ല. മണ്ണിലൊക്കെ ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കി ഒരു സാധനം അല്ലേ, മണ്ണിൽ ചെറിയൊരു കുഴി, അതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സാധനത്തിനെ കിട്ടും. കണ്ടിട്ടുണ്ടോ? അതെങ്ങനെയാണ് നടക്കുക? എങ്ങനെയാണ് അത് നടന്നു പോവുക? അതിങ്ങനെ റിവേഴ്സ് ഗിയറിലാണ് വരില്ലേ അല്ലേ? റിവേഴ്സ് ഗിയറിൽ നടക്കും, ബാക്കൊക്കെ ഇങ്ങനെ വരും. ജാറത്തിലേക്ക് മനുഷ്യന്മാർ പോയിട്ട് ജാറം ത്വാഫ് കഴിഞ്ഞ് തിരിച്ചു വരല് റിവേഴ്സ് ഗിയറിലാണ്. എന്താണെന്നറിയോ? ഇനി അഥവാ തിരിഞ്ഞു നടന്നാൽ ബാക്ക് ഭാഗം ജാറത്തിൻ്റെ നേരക്കായാലോ എന്ന് കരുതിയിട്ട് റിവേഴ്സ് ഗിയറിൽ മനുഷ്യന്മാർ വരും. അത്ര ഭക്തിയാണ് ജാറത്തിൻ്റെ മുന്നിൽ, അത്ര ഭക്തിയാണ് ആ ഖബറിൻ്റെ മുന്നിൽ. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് നിന്ന് വിട പറയുന്ന അവസാന സമയം അല്ലേ, ചുണ്ടിങ്ങനെ പതുക്കെ ചലിക്കുന്നുണ്ട്. അവസാനമായി റസൂലുള്ളാഹി സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ ചുണ്ടിലേക്ക് കാത് ചേർപ്പിച്ചു വെച്ചു. ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് എന്താണ് എൻ്റെ പ്രവാചകൻ ഈ ഉമ്മത്തിന് നൽകുന്ന ഉപദേശം എന്നറിയാൻ. എന്താ റസൂലുള്ളാഹി പറയുന്നത്? ഖാത്തലല്ലാഹുൽ യഹൂദ വന്നസാറ, യഹൂദികളെയും നസാറാക്കളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു, അവർക്ക് ലഅനത്തുണ്ട്. എന്തേ കാരണം? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ സുജൂദ് ചെയ്യുന്ന കേന്ദ്രമാക്കി മാറ്റി. റസൂലുള്ളാഹി പ്രാർത്ഥിക്കാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, എൻ്റെ ഖബറിനെ ആരാധിക്കുന്ന ഒരു സ്ഥലമാക്കി അല്ലാഹുവേ നീ മാറ്റല്ലേ. എൻ്റെ ഖബറിനെ ആരാധിക്കുന്ന ഒരു വിഗ്രഹമാക്കി അല്ലാഹുവേ നീ മാറ്റല്ലേ. വസനൻ വിഗ്രഹം എന്നാ പറഞ്ഞത്. വിഗ്രഹത്തിന് ഖബറിന്റെ മുന്നിൽ ചെന്ന് കൈ നീട്ടിയാൽ ആ ഖബർ വിഗ്രഹമാണ്. ഖബറിന്റെ മുന്നിൽ ചെന്ന് പൂക്കളിട്ടാൽ ആ ഖബർ വിഗ്രഹമാണ്. ഖബറിന്റെ മുന്നിൽ ചെന്ന് ചന്ദനത്തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ, ആ പച്ചത്തുണി തൊട്ട് ഒന്ന് തലയിൽ തട്ടിയാൽ അത് പ്രാർത്ഥനയാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് ആളുകൾ പുതിയൊരു കാർ എടുത്താൽ ആദ്യം പോകുന്നത് ജാറത്തിലാണ്, എന്നിട്ടൊരു പച്ച ചരട് കെട്ടിയാൽ റാഹത്താണ്, ഇനി അപകടമൊന്നും ഉണ്ടാവില്ല. പണ്ട് ഇതുപോലൊരു മനുഷ്യൻ എന്ത് ചെയ്തു എന്നറിയോ? ഒരു ജാറത്തിൽ പോയി, മമ്പുറം ജാറത്തിൽ. എന്നിട്ട് അവിടെ പോയി, പുതിയ കാറാണല്ലോ, ആ കാറ് അവിടെ പൂജക്ക് വെച്ച് അങ്ങനെ നല്ലൊരു പച്ച ചരട് കെട്ടിയിട്ട് തിരിച്ചു പോകുമ്പോൾ മൊയിലേരി ചോദിച്ചു, എവിടേക്കാണ്? ഇതാ ഞാൻ തിരുരങ്ങാടി വരെയാണ്. ഞാനും അങ്ങോട്ടാണ്, നിങ്ങൾ കയറിക്കോളിന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ അടിച്ചു വിടാൻ. 90 കഴിഞ്ഞു, 100 കഴിഞ്ഞു, ഭയങ്കര സ്പീഡിലാണ്. അപ്പോൾ ഇതിങ്ങനെ മീറ്റർ ഇങ്ങനെ സ്പീഡ് കൂടുന്നാണ്ടപ്പോൾ മൊയിലേരിക്കൊരു പേടി. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, അല്ല പതുക്കെ ചവിട്ടിക്കോ, ഇത്ര സ്പീഡ് നമുക്ക് വേണോ? അപ്പോൾ മറ്റാള്, ഒരു പേടിയും വേണ്ട, നമ്മൾ ചരട് കെട്ടിയിട്ടില്ലേ. അപ്പോൾ ഉസ്താദിൻ്റെ മറുപടി, നമ്മളെ കെട്ടിയിട്ടുള്ളൂ, ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ചിലപ്പോൾ കെട്ടിയിട്ടുണ്ടാവില്ല. ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ചരട് കെട്ടിയിട്ടുണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ചരട് കെട്ടിയാൽ നമ്മൾ അപകടത്തിൽ തടയുമെന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. വലിയ ലോറി വാങ്ങും, എന്നിട്ട് ലോറിയുടെ മുന്നിൽ ഒരു ചെറുനാരങ്ങയും ഒരു പച്ചമുളകും. ഈ ആളെ വിശ്വാസം എന്താ? ഈ 3 രൂപൻ്റെ ചെറുനാരങ്ങ കൊണ്ട്, ഈ പച്ചമുളക് കൊണ്ട് ഈ ലോറിയുടെ അപകടം, ഒരു ആക്സിഡന്റ് വരുമ്പോൾ ഈ ചെറുനാരങ്ങ ഇങ്ങനെ തടഞ്ഞു നിർത്തും. ഇടിക്കരുത് ഇടിക്കരുത് അല്ലേ?
നമ്മളെ വീട്ടിലും ചിലപ്പോൾ നമുക്ക് രോഗം ഉണ്ടായാൽ വല്യമ്മ വരും, ഒരു പേപ്പറിൽ കുറച്ച് കല്ലുപ്പ്, ഒരു മുളക്, എന്നിട്ട് തലൻ്റെ ചുറ്റും ഇങ്ങനെ 4 റൗണ്ട് ചുറ്റിയിട്ട് അടുപ്പിൽ കൊണ്ടുപോയിടും. അതോടുകൂടെ അസുഖമൊന്നും ഉണ്ടാവില്ല എന്നാണ് ആളുകൾ കരുതിയിട്ടുള്ളത്. ചെറിയ കുട്ടിയെ അല്ലേ, വീട്ടിൽ ചെറിയ കുട്ടികളുള്ളവരില്ലേ, കുളിപ്പിച്ച് ഉഷാറാക്കി പൗഡറൊക്കെ ഇട്ട് എന്നിട്ട് ഭംഗിയാക്കി ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് കവിളിൽ കൺമശി കൊണ്ട് ഒരൊറ്റ കുത്താണ്, ഇവിടെ ഒരു കറുത്ത കുത്ത്. അപ്പം എന്തായി? ഇനി കണ്ണേറ് തട്ടൂല, ഇനി കണ്ണേറ് വരുമ്പോൾ കൺമശി ബ്ലോക്ക് ചെയ്യും. ഇതാണ് വിശ്വാസം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന 10 രൂപയുടെ കൺമശി കൊണ്ട്, ഒരു ചെറുനാരങ്ങ കൊണ്ട്, ഒരു പച്ചമുളക് കൊണ്ട്, ഒരു പച്ച ചരട് കൊണ്ട് ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു തീരുമാനിച്ച തീരുമാനത്തെ തടുക്കാൻ കഴിയുമെന്ന വിശ്വാസം, പ്രിയമുള്ളവരെ, അത് സ്വർഗത്തിൽ നിന്ന് നമ്മളെ പുറത്താക്കും. നമ്മുടെ സഹപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ചു. അപ്പോൾ കുഞ്ഞിന് അപസ്മാരം ഇളകാൻ തുടങ്ങി, കുഞ്ഞിൻ്റെ നിറക്കം മാറാൻ തുടങ്ങി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഉമ്മ വന്നിട്ട് പറഞ്ഞു, മോനെ നീ വിശ്വസിക്കണം എന്നില്ല, നീ വിശ്വസിക്കണം എന്നില്ല, ഇത് ഉസ്താദ് തന്ന ചരടാണ്, ഈ ചരടിൻ്റെ മോൻ കെട്ടിയ ഞങ്ങൾക്ക് ഉറപ്പാണ് നിന്റെ മോൻ്റെ അസുഖം മാറും, നിന്റെ കുട്ടിൻ്റെ അസുഖം മാറും, നീ വിശ്വസിക്കണ്ട, ഈ ചരട് കെട്ടിയാൽ മതി. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഉമ്മ ഈ ചരട് കെട്ടാതെ എൻ്റെ മകൻ മരണപ്പെട്ടാൽ എൻ്റെ കുട്ടി സ്വർഗത്തിലാണ്, അവൻ ഫിത്രത്തിലാണ്, എൻ്റെ കുട്ടി സ്വർഗത്തിലാണ്. പക്ഷെ ഉമ്മ, അള്ളാഹു നൽകിയ രോഗത്തെ തടുക്കാൻ ഈ ചരട് കൊണ്ട് കഴിയുമെന്ന വിശ്വാസത്തിൽ ഞാൻ മരിച്ചാൽ ഞാൻ നരകത്തിലാണ് ഉമ്മ, സ്വർഗം നഷ്ടപ്പെടും. തൗഹീദാണ് വിഷയം, തൗഹീദാണ് വിഷയം, സ്വർഗം നഷ്ടപ്പെടും. ഒരു സഹോദരി അവരുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ പറഞ്ഞു, ഇതാ കുഞ്ഞിൻ്റെ പൊസിഷൻ, അതിൽ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോഴാണ് ഉസ്താദ് മന്ത്രിച്ചൂതിയ വെള്ളവുമായിട്ട് വരുന്നത്. കുടിക്കാൻ പറഞ്ഞു. ആ പെൺകുട്ടി അന്ന് പറഞ്ഞൊരു മറുപടി ഉണ്ട്, എൻ്റെ കുഞ്ഞിൻ്റെ പൊസിഷനിലല്ലേ പ്രശ്നം, ഒരു വെള്ളമില്ല, ഒരു ചരടില്ല, ഒരു ഏലസുല്ല, ആകാശഭൂമികളെ നിയന്ത്രിക്കുന്ന, രാപ്പകലുകളെ മാറ്റിമറിക്കുന്ന ഒരു റബ്ബുണ്ട് എനിക്ക്, ആ റബ്ബിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പറയാൻ നമുക്ക് സാധിക്കണം. ഹസ്ബി അല്ലാ, എൻ്റെ റബ്ബ് മതി എന്ന്, പടച്ചോ മതി എന്ന് നമുക്ക് പറയാൻ കഴിയണം. പ്രിയമുള്ളവരെ, എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രയാസം മുഴുവൻ സഹിച്ചത്? 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കിയത് എപ്പോഴാണ്? ആരാ പറയാ? എപ്പോഴാണ് 5 വക്ത് നമസ്കാരം നിർബന്ധാക്കിയത്? കൈവോക്കാം. ഇസ്രാ മിറാജിനാണ് അല്ലേ? ഇസ്രാ മിറാജിന്റെ സമയത്താണ് 5 വക്ത് നമസ്കാരം. അതിനു മുമ്പ് നിസ്കാരം ഉണ്ടോ? 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 ഉണ്ട്. മുമ്പ് നിസ്കാരം ഉണ്ട്, പക്ഷെ എന്തില്ല? 5 വക്ത് നമസ്കാരമില്ല. ഈ 5 വക്ത് നമസ്കാരം തന്നെ ളുഹർ 4 ആയത് എപ്പോഴാണ്? മക്കത്താണോ മദീനത്താണോ? മദീനയാണോ? മദീനയിലാണ്. മുമ്പ് 5 വക്തുണ്ട്, പക്ഷേ ളുഹർ 2ആണ്, അസർ 2ആണ്. അത് 4ലേക്ക് എത്തുന്നത് മദീനയിലാണ് അല്ലേ? അപ്പൊ 5 വക്ത് നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബത്തിനും പീഡനം സഹിക്കേണ്ടി വന്നത് എന്തിനാ? 5 വക്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞതിനാ? 5 വക്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറ്റൂല, 5 വക്തൊന്നും ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ പറ്റൂല, അടിക്കട ബിലാലിനെ, അടിക്കട ഹബ്ബാബിനെ, അടിക്കട ഹുബൈബിനെ എന്നാണോ? അങ്ങനെയാണ് പ്രശ്നം ഉണ്ടായത്? അല്ലല്ലോ അല്ലേ? എപ്പോഴാണ് നോമ്പുണ്ടായത്? നോമ്പ് എപ്പോഴുണ്ടായത്? നോമ്പ് നിർബന്ധമാക്കിയത് എപ്പോഴാണ്? ഏതു വർഷത്തിലാണ്? ആരാ പറയാം? ഒന്ന് പറഞ്ഞു നോക്കി. ഇനി അഥവാ ചക്ക വീണ് മുയൽ ചത്താലോ? ഏതു വർഷത്തിലാണ്? ഒരു ക്ലൂ തരാം. ബദർ നടന്ന വർഷം എപ്പോഴാ? ബദർ എപ്പോഴാ? റമദാനാണ് വർഷം. ഏതു വർഷം? പറഞ്ഞോളി, കൈകൊണ്ട് കാണിച്ചാൽ മതി. ഏതു വർഷത്തിലാ? ഞാൻ ഉത്തരം കാണിച്ചും ചെയ്തു. ഏതു വർഷത്തിലാ? ഹിജറ 2-ാം വർഷമാണ് അല്ലേ?
അപ്പൊ ഹിജറ 2 മക്കത്താണോ മദീനയിലാണോ? മക്കയിലാണോ മദീനയിലാണോ? മദീനയിലാണ്. മക്കയിൽ എന്തില്ല? റമദാൻ മാസത്തിലെ നോമ്പ് മക്കയിലില്ല. അപ്പൊ നോമ്പ് നോക്കണം, എല്ലാവരും നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ഹേയ് പട്ടിണി കിടക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല, ഭക്ഷണം ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിയില്ല. അടിക്കട ബിലാലിനെ, അടിക്കട ഹബ്ബാബിനെ, അടിക്കട അമ്മാറിനെ, അങ്ങനെയാണ് ഉണ്ടായത്? അല്ല, അതല്ല വിഷയം. അപ്പോൾ മക്കയിൽ റസൂലുള്ളാഹിയെ പീഡിപ്പിച്ചത്, ബിലാൽ റളിയല്ലാഹു തന്നെ പീഡിപ്പിച്ചത് നോമ്പല്ല, സക്കാത്തല്ല, ഹജ്ജല്ല, ഇതൊന്നുമല്ല. പീഡനങ്ങൾ സഹിക്കാനുള്ള കാരണം ഹജ്ജോ സക്കാത്തോ നോമ്പോ സ്വലാത്തോ ഒന്നുമല്ല. ഒരൊറ്റ വിഷയം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ എന്ന് പറഞ്ഞതിനാണ്. എന്നാലോ അവർക്ക് ഇബ്രാഹിം നബിയിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അവർ ഇബ്രാഹിം നബിയോടാണ് പ്രാർത്ഥിച്ചത്. മക്കയിലെ മുശ്രിക്കീങ്ങൾ ഇസ്മായിൽ നബിയോടാണ് പ്രാർത്ഥിച്ചത്. നമ്മളെ സമൂഹം, വേങ്ങര ഒരു മനുഷ്യനുണ്ട്, വേങ്ങര കോയപ്പാപ്പ എന്ന മൂപ്പരെ പേര്. മലപ്പുറത്തിലെ കേരളത്തിലെ മലപ്പുറം എന്ന ജില്ലയിൽ വേങ്ങര എന്ന് പറഞ്ഞൊരു സ്ഥലത്തൊരാളുണ്ട്, വേങ്ങര കോയപ്പാപ്പ എന്ന മൂപ്പരെ പേര്. മൂപ്പരെ പ്രത്യേകത എന്താണെന്നറിയോ? മഴ കിട്ടാനില്ല, ആകെ പ്രയാസമാണ്. മൂപ്പര് ആരെ കണ്ടാലും കോയ കോയ കോയ, ഒരു 10 രൂപ ഉണ്ട എന്ന് പറയും. അങ്ങനെ അവസാനം നാട്ടുകാരെല്ലാവരും കൂടെ മൂപ്പരെ വിളിച്ചു കോയപ്പാപ്പാന്ന്. അങ്ങനെ മൂപ്പരെ പേരെന്തായി? കോയപ്പാപ്പാന്നായി. അങ്ങനെ മഴ കിട്ടാതെ വന്നപ്പോൾ ആളുകൾ വന്നു പറഞ്ഞു, മഴ കിട്ടണില്ലേ കോയപ്പാപ്പ, ഇനി എന്ത് ചെയ്യും? മൂപ്പരെ ചരിത്രത്തിൽ കാണാൻ മൂപ്പര് മുണ്ട് പൊക്കിയിട്ട് മൂത്രമൊഴിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ പെയ്തൊരു സാമ്പിൾ മഴ, ഇനി വരാനിരിക്കുന്നു വെടിക്കെട്ട് മഴ. അതോടുകൂടെ കോട്ടക്കൽ അതുപോലെ വേങ്ങര ഭാഗത്ത് മുഴുവൻ മഴ പെയ്തു എന്നാണ്. ഈ മനുഷ്യൻ്റെ അരികിൽ പോയിട്ടാണ് ആളുകൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത്, കൈകൾ നീട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇബ്രാഹിം നബിയോടാണ് മക്കയിലെ മുശ്രിക്കീങ്ങൾ ചോദിച്ചത്, ഇസ്മായിൽ നബിയോടാണ് ചോദിച്ചത്. ആ ഇബ്രാഹിം നബിയോട് ചോദിക്കല്ലേ, ഇസ്മായിൽ നബിയോട് ചോദിക്കല്ലേ എന്നു പറഞ്ഞതിനാണ് കാബയുടെ അരികിൽ വസ്ത്രങ്ങളില്ലാതെ മലർത്തിക്കിടത്തി മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ചാട്ടവാറ് കൊണ്ട് പൊതിരത്തല്ലിയത്. ഉമയ്യത്തിന്റെ ചാട്ടവാറുകൾ ആ കറുത്ത മേനിയിൽ പതിക്കുമ്പോഴും അഹദ്, ഏകനാണ് എൻ്റെ റബ്ബ്, അല്ലാഹുവല്ലാത്ത ഒരാളോടും ഞങ്ങൾ പ്രാർത്ഥിക്കില്ല എന്ന് പ്രഖ്യാപിച്ച നേതാവിൻ്റെ അനുയായികളാണ് നമ്മൾ. അതുകൊണ്ട് പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അല്ലാഹുവല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കുന്ന തേടുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഒന്ന് നമ്മുടെ റബ്ബിനോടുള്ള ബാധ്യതയാണ്, മറ്റൊന്ന് നമ്മുടെ മാതാപിതാക്കളാണ്. തവനൂര് ഭാഗത്ത് ഒരു വൃദ്ധസദനുണ്ട്. അത് നടത്തുന്ന ഒരാളൊരു അനുഭവം പങ്കുവച്ചു. ഒരുപാട് പ്രായമായ ആളുകൾ അവിടെ ഉണ്ട്. അതിലൊരിക്കൽ 2 മക്കൾ ഗൾഫിൽ നിന്ന് ഒരു ബാഗ് നിറയെ പണവുമായി ഒരു 80 വയസ്സ് കഴിഞ്ഞ ഒരു ഉപ്പാൻ അവിടെ കൊണ്ടുവന്നാക്കി. എന്നിട്ട് ആ പൈസ കൊടുത്ത് ഏൽപ്പിച്ചിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ പോവാൻ, ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളെ ജോലി ഭയങ്കര തിരക്ക് പിടിച്ചതാണ്, എപ്പോഴും വരാൻ കഴിയില്ല. അതുകൊണ്ട് ഉപ്പാക്ക് ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും അഥവാ ഉപ്പ മരിച്ചാലും നിങ്ങൾ തന്നെ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, അതിനുള്ള പണം കൂടെ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഉപ്പ മരിച്ചാലും അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ എന്താച്ചാ വേണ്ടത് അങ്ങോട്ട് ചെയ്തോളി, അതിനുള്ള പണം ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ്. അത് നടത്തുന്ന ആൾ അന്ന് പറഞ്ഞൊരു വാക്ക്, ഞാൻ പല കാഴ്ചകൾ അവിടെ കാണാറുണ്ട്. മക്കള് ഗൾഫിലുള്ള ഒരുപാട് ഉപ്പയും ഉമ്മയുണ്ട്. അവർ 2 കൊല്ലത്തിൽ ഒരാഴ്ചയുടെ ലീവിന് ചിലപ്പോൾ വരും. എന്നിട്ട് ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെ അവിടെ നിൽക്കും. അന്ന് അവർ ജീവിതത്തിൽ പൊട്ടിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിയും. ആ വൃദ്ധരായ ഉപ്പയും ഉമ്മയും സന്തോഷിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് മക്കളിങ്ങനെ ഗൾഫിലേക്ക് പോകുമ്പോൾ പേരക്കുട്ടികളുടെ കൂടെ ബാഗും പിടിച്ചിട്ട് ഈ ഉമ്മയും ഉപ്പ ഇങ്ങനെ പതുക്കെ നടക്കും. ഇപ്പം മക്കൾ പറയും, ഉമ്മ നിങ്ങളെ കൊണ്ടുപോകണില്ല, ഉപ്പാനെ കൊണ്ടുപോകണില്ല, തൽക്കാലം നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കിൻ എന്ന് പറയുമ്പോൾ തല താഴ്ത്തി കണ്ണു നനച്ച്
തിരിച്ചു നടക്കുന്ന എത്രയോ ഉപ്പയെ, എത്രയോ ഉമ്മയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പങ്കുവെക്കാണ്. ഞാൻ പറയുന്നത്, ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളുടെ വില അവർ തിരിച്ചറിയുന്നില്ല. ആരാണ് ഉമ്മ, ആരാണ് ഉപ്പ എന്ന് തിരിച്ചറിയുന്നില്ല. ഒരു സ്വഹാബി റസൂലുള്ളാഹിയുടെ അരികിലേക്ക് വരികയാണ്. വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നു, ഉബായിഉക അലൽ ഹിജ്റത്തി വൽ ജിഹാദ്, അള്ളാഹിന്റെ റസൂലെ, ജിഹാദിന് വന്നവനാണ് ഞാൻ. സ്വർഗം കൊതിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടാൻ, യുദ്ധത്തിന് വേണ്ടി എൻ്റെ ശരീരം നൽകാൻ ഇറങ്ങിപ്പുറപ്പെട്ടവനാണ് ഞാൻ. എന്താ ഷഹീദിന്റെ കൂലി? ഒന്നാമത്തെ വെട്ടിൽ, ഒന്നാമത്തെ രക്തത്തുള്ളി ഭൂമിയിലേക്ക് ഇറ്റുവീടുന്നതോടുകൂടെ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകും. അവന്റെ കിരീടത്തിലെ ഒരു മുത്ത് ഈ ആകാശഭൂമികളെക്കാൾ ഉന്നതമാണ്. അതാണ് ഷഹീദ്. ഷഹീദാകാൻ വന്നതാണ് നബിയെ ഞാൻ. റസൂലുള്ളാഹിയുടെ തിരിച്ചുള്ള ചോദ്യം, ഫഹൽ മിൻ വാലിദൈക അഹദുൻ ഹയ്യുൻ, ഉമ്മ ഉപ്പ ജീവിച്ചിരിക്കുന്നുണ്ടോ? നിന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ? നിന്റെ ഉപ്പ ജീവിച്ചിരിക്കുന്നുണ്ടോ? സ്വർഗം കൊതിച്ചാണോ വന്നിരിക്കുന്നത്? വീട്ടിൽ ഉമ്മണ്ടോ, ഉപ്പണ്ടോ? സഹാബിയുടെ മറുപടി, നഅം, അള്ളാഹിന്റെ റസൂലേ, ഉമ്മയും ഉപ്പയും വീട്ടിലുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി, ഫർജി ഇലാ വാലിദൈക് ഫഅഹ്സിൻ സുഹ്ബതുഹുമാ, സ്വർഗാണോ വേണ്ടത്? വീട്ടിലേക്ക് തിരിച്ചു പോ. ഉമ്മാക്കും ഉപ്പാക്കും നന്മ ചെയ്യ്, ഉമ്മാക്കും ഉപ്പാക്കും നന്മ ചെയ്യ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമുക്ക് സ്വർഗം നേടാനുള്ള ഏറ്റവും നല്ല വഴി നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ ഉപ്പയാണ്. യമനിൽ നിന്നൊരു വ്യക്തി ഉമ്മയെ ചുമലിൽ വെച്ചിട്ട് മക്കയിലേക്ക് വരാൻ, ഹജ്ജ് ചെയ്യാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, യമനിൽ നിന്ന് ഉമ്മാനെ ചുമലിൽ വെച്ചിട്ട് നടന്നു വരാൻ മക്ക വരെ, എന്നിട്ട് തൊവാഫ് ചെയ്യാൻ. നമുക്ക് ചിന്തിക്കാൻ കഴിയോ? തൊവാഫ് കഴിഞ്ഞ് ഇബ്നു ഉമറിന്റെ അരികിലേക്ക് വന്നിട്ട് ആ മനുഷ്യൻ ചോദിക്കാണ്, ഇബ്നു ഉമർ, യമനിൽ നിന്നാണ് ഞാൻ വരുന്നത്, ഉമ്മാനെ ചുമന്നിട്ടാണ് ഞാൻ വരുന്നത്. എൻ്റെ ഉമ്മ 9 മാസമല്ലേ എന്നെ ചുമന്നത്, ഉമ്മ ചുമന്നതിനേക്കാൾ ഞാൻ എൻ്റെ ഉമ്മാനെ ചുമന്നിട്ടുണ്ട്. ഉമ്മ ചുമന്നതിനേക്കാൾ ഞാൻ എൻ്റെ ഉമ്മാനെ ചുമന്നിട്ടുണ്ട്. എൻ്റെ ബാധ്യത കഴിഞ്ഞോ? എൻ്റെ ഉമ്മാനോടുള്ള കടപ്പാട് കഴിഞ്ഞോ? ഇബ്നു ഉമറിന്റെ മറുപടി, നിന്റെ ഉമ്മ സഹിച്ച ഒരു നിശ്വാസത്തിനു പോലും, നിന്നെ ഗർഭം ചുമക്കുമ്പോ ഉമ്മ സഹിച്ച ഒരു നിശ്വാസം ഉണ്ടല്ലോ, ഒരു സെക്കൻഡ് സമയത്തിന് പോലും നീ ചെയ്ത ഈ പ്രവർത്തനം പകരമാവുകയില്ല. നമ്മൾ എന്ത് ചെയ്താലും മാതാപിതാക്കളോടുള്ള കടപ്പാടിന്, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, പകരമാവുകയില്ല. ഉമ്മ ഇല്ലാതാകുമ്പോഴാണ് ഉമ്മാന്റെ വില അറിയാം. ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ ഒരു വിദ്യാർത്ഥിയുടെ ഉമ്മ ഈ അടുത്ത് മരണപ്പെട്ടു. എറണാകുളത്താണ് അവൻ്റെ വീട്. ഇപ്പം രാത്രി ആ മയ്യത്ത് കാത്തു നിൽക്കുന്ന സമയത്ത് ഞാൻ അവനെങ്ങനെ അരികിൽ വിളിച്ചിട്ട് അവനോട് ചോദിച്ചു, നീ വല്ലതും കടിച്ചോ? അപ്പോൾ പറഞ്ഞു, ഞാൻ കടിച്ചിട്ടുണ്ട്. കാരണം ഉമ്മ മരിച്ച ദിവസം നമ്മളൊരു അങ്ങനെയല്ലല്ലോ നമ്മുടെ ചിന്തകൾ. ഞാൻ അവനോട് ചോദിച്ചു, എടാ അനിയത്തി കടിച്ചോ? അവനൊരു അനിയത്തിയുണ്ട്, 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ ആണ് ആ കുട്ടി പഠിക്കുന്നത്. ഞാൻ ചോദിച്ചു, അവൾ വല്ലതും കടിച്ചോ? അപ്പം അന്ന് അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഉസ്താദേ, നല്ല വാശിയാണ് എൻ്റെ പെങ്ങൾക്ക്, അങ്ങനെ ഇങ്ങനെയൊന്നും കടിക്കൂല, നിർബന്ധിച്ചാലേ അവൾ എന്തെങ്കിലുമൊക്കെ കടിക്കുള്ളൂ. എന്നിട്ട് അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, എന്നാ നിർബന്ധിക്കാൻ ഇപ്പം എൻ്റെ ഉമ്മല്ലല്ലോ, നിർബന്ധിക്കാൻ എൻ്റെ ഉമ്മല്ലല്ലോ, ഇനി മോളെ കഴിക്ക് എന്ന് പറയാൻ, എൻ്റെ കുട്ടി കഴിച്ചിട്ട് കിടക്ക് എന്ന് പറയാൻ ഇനി എൻ്റെ ഉമ്മല്ലല്ലോ. ഉമ്മ മരിച്ചാൽ ലോകത്തൊരു മനുഷ്യനും വന്നിട്ട് നിങ്ങൾ വല്ലതും കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാനുണ്ടാവില്ല. പട്ടിണി കിടന്ന് രാത്രി ഉറങ്ങാൻ നേരത്ത് മോളെ എന്തെങ്കിലും കഴിച്ചിട്ട് കുട്ടി കിടക്ക് എന്ന് പറയാനും വാശി പിടിപ്പിച്ച് നമ്മളെ കഴിപ്പിക്കാനും ലോകത്ത് മറ്റൊരാളുണ്ടാവുകയില്ല. ഉമ്മയില്ലാതിരുന്നാൽ വേറൊരാളും ചോദിക്കൂല. തല തോർത്താതെ വന്നു കഴിഞ്ഞാൽ ഒരു തോർത്തെടുത്ത് തല തോർത്താൻ ലോകത്ത് വേറൊരാളും നമുക്കുണ്ടാവില്ല. ഉമ്മ പോയാൽ അതോടുകൂടെ കഴിഞ്ഞു.
പിന്നെ തല തോർത്താൻ ഒരാൾ വരൂല. രാത്രി നമ്മൾ ഉറങ്ങിയോണ്ട് നോക്കാൻ ഒരാൾ വരൂല. രാത്രി നമ്മൾ വീട്ടിലെത്തുന്നതുവരെ വീടിന്റെ മുന്നിൽ അണയാതിരിക്കുന്ന ഒരു വെളിച്ചമായി ഉമ്മല്ലാതെ വേറെ ഒരാളുണ്ടാകില്ല. പ്രിയമുള്ളവരെ, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മലയാളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനുണ്ട്. ചെറുപ്പത്തിൽ നാട് വിട്ടുപോയതാണ്. ചെറുപ്പത്തിൽ നാട് വിട്ടുപോയി 8 കൊല്ലം കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. 8 കൊല്ലം കഴിഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ വീട്ടിലെത്തിയപ്പോൾ രാത്രി ഉമ്മ ഉറങ്ങാതെ കാത്തിരിക്കുന്നുണ്ട്. കുശലാന്വേഷണങ്ങൾ കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. എന്നിട്ട് ഉമ്മ പറയാണ്, മോനുള്ള ഭക്ഷണം ബസ്സിയിൽ വെച്ചിട്ടുണ്ട്. ബസ്സിൽ എന്ന് പറഞ്ഞാൽ പ്ലേറ്റിൽ ടേബിളിൽ ഉമ്മ വെച്ചിട്ടുണ്ട്, ചെന്ന് കഴിക്ക്. ബഷീർ പറയാണ്, ഞാൻ ഞെട്ടിപ്പോയി. അതേ ഉമ്മാനോട് ചോദിക്കാണ്, ഉമ്മ ഇന്ന് ഞാൻ വരുന്നത് ഉമ്മ അറിഞ്ഞോ? ഈ രാത്രി ഞാൻ വരുന്നുള്ളത് എൻ്റെ ഉമ്മ അറിഞ്ഞോ? ഉമ്മാൻ്റെ മറുപടി എന്താണെന്നറിയോ? ഓരോ രാത്രിയിലും നിനക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി കാത്തിരിക്കാറുണ്ട് ഉമ്മ. ഓരോ രാത്രിയിലും എൻ്റെ മകൻ വരുമെന്ന് കരുതി ഉമ്മ കാത്തിരിക്കാറുണ്ട്. അതാണ് ഉമ്മ, അതാണ് ഉമ്മയുടെ സ്നേഹം. അത് നമ്മൾ തിരിച്ചറിയണം. അതിനപ്പുറത്ത് ആരെങ്കിലും ഒരു ഇൻസ്റ്റയിൽ 2 മെസ്സേജ് അയക്കുമ്പോൾ, എന്തെങ്കിലും ഒരു ഡയറി മിൽക്ക് വാങ്ങിത്തരുമ്പോഴേക്കും അതാണ് ഭയങ്കര സ്നേഹം, എന്തൊരു കരുതൽ, എന്തൊരു കെയറിങ് എന്ന് കരുതി ഏതെങ്കിലും കാപട്യങ്ങളുടെ പിറകെ നമ്മൾ പോകരുത്. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഉമ്മാൻ്റെ കൂടെ പോണോ, ഇതാ ഇന്നലെ കണ്ട ചെക്കൻ്റെ കൂടെ പോകണോ എന്ന് ചോദിച്ചപ്പോൾ പെൺകുട്ടിയുടെ മറുപടി, എനിക്ക് അവൻ മതി എന്നാണ്. കവന മതി. പോലീസുകാരൻ ആ പെൺകുട്ടിയെ അരികിലേക്ക് വിളിച്ചിട്ട് ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ, ഓളെ നിങ്ങളെ കയ്യിൽ നേഴ്സ് തരുമ്പോൾ എത്ര കിലോ തൂക്കണ്ടായിരുന്നു? ഒരു തുണിയിൽ പൊതിഞ്ഞ് നിങ്ങളെ മോളെ ആദ്യമായി ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് നിങ്ങളെ കയ്യിൽ തന്നപ്പോൾ എത്ര തൂക്കണ്ടായിരുന്നു നിങ്ങളെ കുട്ടി? ഉമ്മ പറഞ്ഞു 2.5 കിലോ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ പെൺകുട്ടിയോട് പോലീസുകാരൻ ചോദിച്ചു, മോളെ ഇപ്പം എത്ര തൂക്കമുണ്ട്? 55 ഉണ്ട്, 60 ഉണ്ട്. ഈ 2.5-ൽ നിന്ന് 50-ലേക്കും 60-ലേക്കും എത്തിയതിൻ്റെ പിന്നിൽ ഉറക്കമൊടിക്കാത്ത എത്രയോ രാത്രികളുണ്ട്. ഉറക്കമൊടിച്ച് നമുക്ക് വേണ്ടി കാത്തിരുന്ന അല്ലേ, ആ ചെറിയ പൈതലിൻ്റെ മുകളിലേക്കൊരു തുണി വീണാൽ അതോടെ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഉമ്മ ഉറക്കമൊടിച്ചത് എത്ര രാത്രികളാണ്. ഉമ്മ കരഞ്ഞത് നമുക്ക് വേണ്ടിയല്ലേ? ഉമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീണത് നമുക്ക് വേണ്ടിയല്ലേ? എന്തെല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക്. ചില ഉമ്മാര് കുട്ടിക്ക് നിറണ്ടാകാൻ വേണ്ടിയിട്ട് ചില സാധനമൊക്കെ ഇങ്ങനെ തേനിൽ മുക്കിയിട്ട് നാവിൽ ഒരുതി കൊടുക്കും, എൻ്റെ കുട്ടിക്ക് നിറണ്ടാകാൻ. കല്യാണത്തിന് ഒരുങ്ങി പോകാൻ നേരത്താണ് നമ്മൾ ഡ്രസ്സിൽ മൂത്രമൊഴിച്ചത്. തല്ലിയിട്ടുണ്ടോ, ചീത്ത പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. ഒന്ന് പുഞ്ചിരിച്ച് ആ ഡ്രസ്സ് മാറ്റിയിട്ട് ഉമ്മ വരും, അത്രയേ ഉള്ളൂ. എത്ര നമ്മളെ സ്നേഹിച്ചു. ആ സ്നേഹം തിരിച്ചറിയാൻ ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ തളർന്ന് താഴെ വീഴുന്ന നമ്മുടെ ഉമ്മ പുതിയ കാലഘട്ടത്തിലെ മീഡിയകൾക്ക് മാർക്കറ്റാണ്. തളർന്നിരിക്കുന്ന നമ്മുടെ ഉപ്പ പുതിയ മീഡിയകൾക്ക് മാർക്കറ്റാണ്. ആ ഉമ്മയെയും ഉപ്പയെയും തളർന്നിരിക്കാൻ, കണ്ണുനീർ വാർക്കാൻ നമ്മൾ വിട്ടുകൊടുക്കരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. എടവണ്ണ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഉമ്മ ഓടി വരാൻ, കയ്യിലൊരു പേപ്പർ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. എൻ്റെ മോള് പോയി സാറേ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. എൻ്റെ മോള് പോയി. ഇപ്പം എന്താ സംഗതി? വാഷിംഗ് മെഷീൻ്റെ അടുത്ത് ഇതാ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞൊരു എഴുത്തു എഴുതി അവൾ വേറെ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. പോലീസ് അന്വേഷിച്ചു. മറ്റൊരു സംസ്ഥാനത്ത് അവരുടെ മൊബൈൽ ട്രാക്ക് ചെയ്ത് ഒരു സംസ്ഥാനത്തിലെത്തി. അവിടെ ഒരു ചെറിയൊരു കുടില്, ആ കുടിലിൻ്റെ മുന്നിൽ ചകിരിനാര് കൊണ്ടുള്ള ഒരു കട്ടിൽ, ആ കട്ടിലിൽ ഇരുന്നിട്ട് ഇങ്ങനെ ബീൻസ് പൊളിക്കാൻ വീഡിയോ കോൾ ചെയ്തിട്ട് പോലീസ് ദൂരത്തുനിന്ന് കാണിച്ചിട്ട് ചോദിച്ചു, ഇതാണ് നിങ്ങളെ കുട്ടി? കൊണ്ടുവന്നു.
ഉപ്പ ഗൾഫിൽ നിന്നെത്തി. അന്ന് ഉപ്പ പറഞ്ഞ ആ സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, സാറേ 2 അലമാറ നിറയെ എൻ്റെ കുട്ടിക്ക് ഡ്രസ്സുണ്ട്. എൻ്റെ ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് കണ്ടില്ലേ? 2 അലമാറ നിറയെ എൻ്റെ കുട്ടിക്ക് ഡ്രസ്സുണ്ട്. ഒരു വാച്ച് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. എൻ്റെ മകൾക്ക് എത്ര വാച്ച് ഉണ്ടെന്ന് അവളോടൊന്ന് ചോദിക്ക് സാറേ. അന്ന് ആ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ അവളെ സ്നേഹിച്ചത് സത്യസന്ധമായിട്ടായിരുന്നു. ഞങ്ങളെ സ്നേഹിച്ചത് സത്യസന്ധമായിട്ടായിരുന്നു. അവളെ ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. അവളുടെ സ്നേഹം കാപട്യമായിരുന്നു. 10ഉം 20ഉം കൊല്ലം വളർത്തിയ ഉപ്പയെയും ഉമ്മയെയും കാപട്യത്തോടുകൂടെയാണ് എൻ്റെ കുട്ടി സ്നേഹിച്ചതെന്ന് ഇന്നാണ് മനസ്സിലായതെന്നാണ്. അങ്ങനെയാകരുത് നമ്മൾ. ആ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി. അവരുടെ കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടാകും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതം ക്രമീകരിക്കുക. നമുക്ക് ഓരോ കാര്യത്തിനും പരാതിയാണ്, അത് കിട്ടിയില്ല, ഇതില്ല. ഉപ്പ എന്തെങ്കിലും വാങ്ങിത്തരാതിരിക്കുമ്പോഴേക്കും കയറെടുത്തിട്ട് പോവുകയാണ് ചില ആളുകൾ. ഒരു ടൂറിന് വിടാത്തതിൻ്റെ പേരിൽ കയറെടുത്തു പോവാൻ. ചോദിച്ച മൊബൈൽ കിട്ടാത്തത്, അതും പറഞ്ഞ കമ്പനി കിട്ടാത്തതിന്, ഐഫോൺ ഇല്ലാത്തതിന് ഞരമ്പ് മുറിക്കാൻ. ചിലരെ ഒന്ന് പേടിപ്പിക്കാൻ, ഉമ്മാനെ പേടിപ്പിക്കാൻ, ഉപ്പാനെ പേടിപ്പിക്കാൻ കൈ മുറിച്ചിട്ട്. എന്തെല്ലാം നമുക്ക് കിട്ടി പ്രിയമുള്ളവരെ, എത്ര അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടി. മദീന യൂണിവേഴ്സിറ്റിയിൽ കുട്ടികളൊക്കെ നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ബാക്കിയാകുന്ന കുറച്ച് ആളുകളുണ്ട്. ആരാന്നറിയോ? ഫലസ്തീനിലെ വിദ്യാർത്ഥികളാണ്. ഫലസ്തീനിലെ വിദ്യാർത്ഥികളാണ്. തിരിച്ചു പോകാൻ ഒരു നാടില്ലാത്തവർ. തകർന്നു നിൽക്കുന്ന കൂര കണ്ട്, തകർന്നു നിൽക്കുന്ന കെട്ടിടം ചൂണ്ടിക്കാണിച്ചതാ, ആ കെട്ടിടത്തിൽ എവിടെയോ എൻ്റെ ഉപ്പുണ്ടായിരുന്നു, അവിടെ എവിടെയോ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു, അവിടെ എവിടെയോ എൻ്റെ കൊച്ചു പെങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു വീട് പോലും തിരിച്ചു പോകാനില്ലാത്ത മനുഷ്യരുണ്ട് ഇവിടെ. നമുക്കൊരു നിഅമത്ത്, ഒരു ചോദിച്ചൊരു സാധനം കിട്ടാതിരിക്കുമ്പോൾ കയറെടുത്തിട്ട് നമ്മൾ പോവാൻ, നമ്മൾ ഞരമ്പ് മുറിക്കാൻ. തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ കാണാം ഒരു ചെറിയൊരു ടാർപ്പായ, അതേ ഉള്ളൂ. അതിൻ്റെ താഴെ കിടക്കുന്ന സ്ത്രീകളെ കാണാൻ കഴിയും. ചേർത്തു പിടിച്ചുറങ്ങുന്ന ചെറിയ പൈതലുകളെ കാണാൻ കഴിയും. ആകാശത്ത് കാർമേഘങ്ങൾ ഇരുണ്ടുകൂടുമ്പോൾ മനസ്സിലിടിവെട്ടി ചോര പൈതലിനെ ചേർത്തു പിടിച്ച് വഴിയോരങ്ങളിൽ കിടക്കുന്ന നാടോടി സ്ത്രീകളുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ. നമുക്കെന്ത് നിഅമത്തില്ല, നമുക്കെന്തില്ല എന്നാണ് നമ്മൾ പറയുന്നത്. എത്ര അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകി, എത്രയെത്ര നിഅമത്തുകൾ പടച്ചിറപ്പ് നമുക്ക് നൽകി. അത് തിരിച്ചറിയാതെ നമുക്ക് എങ്ങനെയാണ് പോകാൻ കഴിയുക? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയമുള്ളവരെ, ആ അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് നന്ദി കാണിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും മാതാപിതാക്കൾക്ക് കഴിയാത്തത് കൊണ്ട് പല കാര്യങ്ങളും വാങ്ങിത്തരാറില്ല. അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ചിലത് കഴിയില്ല. ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടാണ് നമ്മളെ ഉപ്പ. നമുക്കിതുവരെ നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് എത്രയെന്ന് അറിയോ? ഒരു മാസത്തെ ചെലവ് നമുക്കറിയോ? ഒന്നും അറിയില്ലല്ലോ. ഉപ്പ മരിച്ചാലാണ് നമ്മളെ വീടിൻ്റെ ആധാരം എവിടെയെന്ന് നമ്മളറിയാം, വീടിൻ്റെ ടാക്സ് എത്രയെന്ന് നമ്മളറിയാം, കറണ്ട് ബില്ല് എത്രയെന്ന് നമ്മളറിയാം. അതുവരെ അറിയില്ല, അറിയിക്കില്ല. ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി നമുക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ മാതാപിതാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സുജൂദിൽ കിടന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സുജൂദിൽ കിടന്ന് ആ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടോ? ഉമ്മാനോട് പറയൂ. ആ ഉമ്മാൻ്റെ പ്രാർത്ഥന അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഇമാം ബുഖാരി എന്ന ഇസ്ലാമിക ചരിത്രത്തിലെ മഹാപണ്ഡിതൻ ജനിക്കുമ്പോൾ കണ്ണിന് കാഴ്ചയില്ല, 2 കണ്ണിനും കാഴ്ചയില്ല. ആ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയത് മുസല്ലയിലിരുന്നു കൊണ്ടുള്ളൊരു ഉമ്മയുടെ പ്രാർത്ഥനയാണ്. ആകാശങ്ങളിലേക്ക് ഉയർന്ന ഒരു പ്രാർത്ഥനയാണ് ഒരു ഉമ്മയുടെ പ്രാർത്ഥന. സുദൈസ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. ചെറുപ്പത്തിൽ വളരെ കുസൃതിയാണ്. കളിപ്പാട്ടങ്ങളോടൊക്കും ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയാൽ മണ്ണ് വാരിയിടും. ഒരു ദിവസം വീട്ടിൽ വിരുന്നുകാർ വന്നപ്പോൾ ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ടു. ആ ഉമ്മ ആ കുട്ടിയെ ചേർത്തു പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചിട്ട് പ്രാർത്ഥിച്ചു, പടച്ചോനെ എൻ്റെ കുട്ടീനെ ഹറമിലെ ഇമാമാക്കണേ.
അദ്ദേഹം പറയാണ്, ആ പ്രാർത്ഥനയാണ് എന്നെ ഇന്ന് ഈ അവസ്ഥയിൽ എത്തിച്ചത്. ഉമ്മാനോട് പറയൂ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ. ഉമ്മ, എനിക്കൊരു പണ്ഡിതയാകണം, എനിക്കൊരു പണ്ഡിതനാകണം, എനിക്ക് പരീക്ഷയിൽ മാർക്ക് നേടണം. ഉമ്മയുടെ മുന്നിൽ ഒന്ന് മനസ്സു തുറക്കൂ, ഉപ്പയുടെ മുന്നിൽ ഒന്ന് മനസ്സു തുറക്കൂ. എപ്പോഴും ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്ന ഒരാളല്ല ഉപ്പ. സ്നേഹിക്കാൻ അറിയും. നിങ്ങളൊന്ന് അണച്ചുപൂട്ടി ഒരു ചുംബനം കൊടുത്തു നോക്കൂ. പലപ്പോഴും ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ ചിരിക്കാൻ മറന്നതാണ്. നമ്മളെ വളർത്തുന്നതിന് വേണ്ടി നമ്മളെ കല്യാണം കഴിപ്പിക്കുന്നതും നമ്മളെ പഠിപ്പിക്കുന്നതും ആ ഓട്ടത്തിനിടയിൽ ആ മനുഷ്യൻ ചിരിക്കാൻ മറന്നതാണ്. ഒന്നരികിലിരുത്തി ഒരു ചുംബനം നൽകിയാൽ ആ മുഖത്ത് പുഞ്ചിരി വിടരുന്നത്, കണ്ണുനീർ പൊടിയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വിദ്യാർത്ഥികളെ, സുദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് മെയ് 11-ാം തീയതി ഒരു വിദ്യാർത്ഥി സമ്മേളനം നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്ന പേരിൽ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ വെച്ചുകൊണ്ട് വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ഒരു കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ആ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളും അവിടെ എത്താനുള്ള ശ്രമങ്ങളുണ്ടാകണം. അതിൻ്റെ പോസ്റ്ററുകളും മറ്റും സോഷ്യൽ മീഡിയകളിൽ വരുമ്പോൾ അത് ജനങ്ങളിലേക്ക് കൈമാറാൻ, ഇത്തരം നന്മയുടെ ഭാഗമാകാൻ പരിശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് ഇഖ്ലാസ് പ്രദാനം ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.